ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനും അമ്മയും അവളില്ലാതായത് പോലും അറിയാതെ കിടന്നുറങ്ങുക. എടോ രാധിക, നമുക്കത് മറച്ചു വയ്ക്കേണ്ടി വന്നത് അച്ഛൻ്റെ കണ്ടീഷൻ കൊണ്ടല്ലേ? പ്രിയങ്കയുടെ മരണ വാർത്ത അറിഞ്ഞ പിന്നെ അച്ഛനുണ്ടാവോ? കൊള്ളാലോടാ, ജഗന്നാഥക്കുറുപ്പല്ലെന്ന് ആരും പറയില്ല. പേര് പറഞ്ഞപ്പോ തന്നെ CI വരണ്ടുപോയി. നാളെ രാവിലെ കണിമംഗലത്ത് നിന്ന് അന്വേഷണം ആരംഭിക്കാന്നാ അയാൾ പറഞ്ഞത്. അത് തന്നെയാ നമുക്കും വേണ്ടത്. ആ, നീ ആ സിമ്മിങ്ങെടുത്ത് കളഞ്ഞേക്ക്. ജഗന്നാഥക്കുറുപ്പിന്റെ ആയുസ് ഇത്രയും മതി. ഗൗതം, ഇനി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും പിഴച്ചു പോരുത്. ഇപ്പൊ കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയില. ഒന്നും മുറുക്കി പിടിച്ച എല്ലാവരും ശ്വാസം മുട്ടിച്ചാവും. എവിടെയെങ്കിലും സ്ഥാപിച്ച് തിരികെത്തിക്കണം. 41 ദിവസം കഴിഞ്ഞ് ഏതെങ്കിലും പുണ്യതീർത്ഥത്തിൽ ഒഴുക്കണം. എന്താ മോളെ? ചേച്ചി, എനിക്ക് അതും കൂടി വേണം. ചേച്ചി, അതും കൂടി. എന്താ മോക്ക് സന്തോഷമില്ലാത്ത? ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ? പിന്നെ ചേച്ചിക്ക് മോളെ ഒരുപാട് ഇഷ്ടാ. ചേച്ചിക്ക് എന്ത് കിട്ടിയാലും പ്രിയങ്ക മോക്ക് തരില്ലേ? തരും. എന്നാ അതും കൊടുത്താ. ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അത് എനിക്ക് തരാം. തരും. എന്നെ ഒരിക്കലും കരയിപ്പിക്കില്ലല്ലോ? ഇല്ല, മോളെ ചേച്ചി ഒരിക്കലും കരയിപ്പിക്കില്ല. മോളുടെ സന്തോഷം കഴിഞ്ഞിട്ടേ ചേച്ചിക്ക് എന്തോ ഉള്ളൂ. സത്യം.
ചേച്ചി കുഞ്ഞുനാള് മുതൽ എല്ലാം എനിക്ക് വേണമെന്ന് വാശി പിടിച്ചിട്ട് അതൊരു ശീലമായിട്ട് മനസ്സിന് വളർന്നു പോയി. അവിടെ നിങ്ങളുടെ ആരുടെയും ശരിക്കുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല. മോളെ, ചേച്ചി എന്തിനാ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനല്ലേ പറയേണ്ടത്? ചേച്ചി പറഞ്ഞു ഭഗവാൻ കേൾക്കുമല്ലോ. എത്ര കടുത്ത ശിക്ഷ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാനിനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും ചേച്ചിയെ വേദനിപ്പിക്കില്ല. അയ്യോ മോളെ, എന്നോട് പൊറുക്ക്, എന്നെ ശപിക്കല്ലേ ചേച്ചി. ചേച്ചി കഴിക്കാം. രാധികെ, താൻ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സ് മുഴുവൻ അവള. നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റല്ല. പാവം അച്ഛനും അമ്മയും അവളില്ലാതായത് പോലും അറിയാതെ കിടന്നുറങ്ങുക. എടോ രാധിക, നമുക്കത് മറച്ചു വയ്ക്കേണ്ടി വന്നത് അച്ഛൻ്റെ കണ്ടീഷൻ കൊണ്ടല്ലേ? പ്രിയങ്കയുടെ മരണ വാർത്ത അറിഞ്ഞ പിന്നെ അച്ഛനുണ്ടാവോ? നമുക്കെല്ലാവർക്കും കുറ്റബോധമുണ്ട്. പക്ഷെ നമ്മുടെ കുറ്റബോധം അച്ഛൻ സത്യം അറിയാനുള്ള കാരണമാവരുത്. എടോ, തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ എന്തെങ്കിലും സംശയം തോന്നിയാൽ? ഇതുവരെ ഇല്ല. പക്ഷെ എത്ര സമയം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്കറിയില്ല.